നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 ആയില്യം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. പരിശ്രമശീലരും അന്വേഷണ തൽപരരുമായ ആയില്യം നാളുകാർ തികച്ചും കൗശലക്കാരും എല്ലാറ്റിനെയും സംശയദൃഷ്ടിയോടെ കാണുന്നവരുമാണ്. എത്ര കഷ്ടപ്പാടും സഹിച്ചും താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഈ നാളുകാർ തികഞ്ഞ സ്വാർത്ഥതയോടെ പെരുമാറുന്നവരുമാണ്. ആദർശങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ ഒന്നും പലപ്പോഴും ഇവർ വില കൽപ്പിക്കാറുമില്ല. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാത്ത ഈ നാളുകാർ സ്വന്തം കാര്യങ്ങൾ മറച്ചു വെച്ച് പെരുമാറാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നേതൃത്വ പദവി അലങ്കരിക്കാൻ യോഗമുള്ള ആയില്യം നാളുകാർ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ മടിയില്ലാത്തവരുമാണ്. തികഞ്ഞ അഭിമാനബോധികളായ ഇവർ തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് ഒട്ടും തന്നെ സഹിക്കുന്നവരുമല്ല. സ്വതേ ദുരഭിമാനികളായ ഇവർ കലാബോധമുള്ളവരും ധനം സമ്പാദിക്കുന്നതിൽ മിടുക്കന്മാരുമാണ്. ഏകദേശം മധ്യവയസ്സിന് ശേഷമാണ് ആയില്യം നാളുകാർക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ആയില്യം നാളുകാരായ സ്ത്രീകൾ ആത്മനിയന്ത്രണം കുറഞ്ഞവരും തന്നിഷ്ട സ്വഭാവമുള്ളവരുമായിരിക്കും. സന്ദർഭോചിതമായി പെരുമാറുന്ന ഇവർ ഭരണരംഗത്ത് തിളങ്ങുന്നവരുമാണ്. ആയില്യം നാളുകാർക്ക് 2025 ശനി അഷ്ടമത്തിൽ നിന്നും 9ാം ഭാവത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നേരിട്ടുകൊണ്ടിരുന്ന അലച്ചിലുകളും കഷ്ടപ്പാടുകളുമൊക്കെ വിട്ടൊഴിഞ്ഞ് ഒരു പൊതുജീവിതം നയിക്കുവാൻ ഈ വർഷം ഇവർക്ക് സാധിക്കുന്നതാണ്. വളരെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും. അതുപോലെ തന്നെ പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനോ ഗൃഹനിർമ്മാണത്തിന് തുടക്കമിടുന്നതിനോ ഈ വർഷം സാധിക്കും. ഗൃഹപ്രവേശനത്തിനും സാധ്യതയുണ്ട്. വർഷാരംഭത്തിൽ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കുവാനും എല്ലാറ്റിലും വിജയം നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ കൂടുതൽ മികവ് പുലർത്തി പോകുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, മറ്റ് മത്സര പരീക്ഷകളിലൊക്കെ ഇവർക്ക് വിജയം നേടാൻ സാധിക്കുന്നതാണ്. സാങ്കേതിക മേഖലയിലും IT രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണിത്. തങ്ങളുടേതായ മേഖലകളിൽ വിജയം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യമുണ്ടാകും. രാഷ്ട്രീയക്കാർക്ക് അവസരോചിതമായ പ്രവർത്തനങ്ങളിലൂടെ പൊതുജന സമ്മതി നേടിയെടുക്കുന്നതിന് സാധിക്കും. സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് ആയില്യം നാളുകാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയെടുക്കുന്നതിന് സാധിക്കും. സന്താനങ്ങളുടെ പഠനത്തിനോ ജോലിക്കോ വേണ്ടി ധാരാളമായി പണം ചെലവഴിക്കേണ്ടി വരും. മികച്ച പ്രവർത്തനങ്ങളിലൂടെ തങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുന്നതിനാൽ മേലധികാരികളുടെ പ്രീതിക്കും അംഗീകാരത്തിനും പാത്രമാകുന്നതാണ്. പ്രൊമോഷനും ശമ്പള വർധനവുമൊക്കെ ഈ വർഷം ഉണ്ടായേക്കാം. ദീർഘകാലമായി സന്താനങ്ങളില്ലായിരുന്നവർക്ക് ഈ വർഷം അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്.
കൂട്ടുകാരെയോ മറ്റുള്ളവരെയുമൊക്കെ അന്ധമായി വിശ്വസിച്ച് വ്യാപാര രംഗത്തും മറ്റും പണം മുടക്കുന്നതും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി പണം ചെലവാക്കുന്നതും ചിലപ്പോൾ അബദ്ധങ്ങളിലേക്ക് എത്താമെന്നതിനാൽ കഴിവതും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പല സ്രോതസ്സുകളിൽ നിന്നും ഈ വർഷം ധനവരവ് പ്രതീക്ഷിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടൊഴിയുന്നതാണ്. വർഷം മധ്യത്തിന് ശേഷം വ്യാഴം 12ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ യാത്രാക്ലേശങ്ങളൊക്കെ വർദ്ധിച്ചു വരും. ജോലി സംബന്ധമായുള്ള കഷ്ടപ്പാടുകൾ വർദ്ധിക്കുന്നതാണ്. ദമ്പതികൾ തമ്മിൽ വഴക്കുകൾക്കും അഭിപ്രായ ഭിന്നതകൾക്കുമൊക്കെ സാധ്യതയുണ്ട്. ഗൃഹത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുന്നതാണ്. 2025 പൊതുവെ ആയില്യം നാളുകാർക്ക് ഗുണഫലങ്ങൾ വർദ്ധിച്ചിരിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങളും അതുപോലെ തന്നെ മാനസികമായ ബുദ്ധിമുട്ടുകളും അലട്ടിക്കൊണ്ടിരിക്കും. ആയില്യം നാളുകാരുടെ ഭാഗ്യദേവതകളെ പറയുന്നത് മഹാവിഷ്ണുവും ശിവനുമാണ്. ഗുണദോഷ സമ്മിശ്രമായ ബാല്യകാലമായിരിക്കും ആയില്യം നാളുകാരുടേത്. ഏകദേശം 40 വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിതത്തിലെ നല്ല സമയം. ആയില്യം നക്ഷത്രക്കാർ ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. അതുകൂടാതെ നക്ഷത്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ പൂജകളും കർമ്മങ്ങളും വഴിപാടുകളുമൊക്കെ നടത്തുക. ഇതുവഴി ദോഷങ്ങളകന്ന് സുഖ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുന്നതും ആയില്യം നക്ഷത്രവും ബുധനാഴ്ചയും ചേർന്ന ദിവസങ്ങളിൽ വിധിപ്രകാരമുള്ള വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അനുകൂലമായ ഫലങ്ങൾ വരുത്തുന്നതാണ്. കൂടാതെ ഈ നാളുകാർ സർപ്പപ്രീതിക്കാനുള്ള കർമ്മങ്ങളും പൂജകളും അനുഷ്ഠിക്കുന്നതും ആയില്യം നാളുകളിൽ സർപ്പക്ഷേത്രങ്ങളിൽ തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഗുണകരമായി പറയുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.